രാവിലെ വെറുതെ ഇരുന്നപ്പോഴാണ് ഒരു നോട്ടിഫിക്കേഷൻ കണ്ടത്, ഗോൾഡൻ ടെമ്പിൾ. എന്നാൽ പിന്നെ അവിടെ പോയാലെന്താണെന്ന് വിചാരിച്ചു. അങ്ങനെ മാപ്പ് ഇട്ട് സെറ്റ് ചെയ്തു, കസിൻസിനെയൊക്കെ വിളിച്ചു. നമ്മൾ യാത്ര പുറപ്പെടുന്നത് കൽപ്പറ്റയിൽ നിന്നാണ്. കൽപ്പറ്റയിൽ നിന്ന് കൈനാട്ടി എത്തുക. കൈനാട്ടിയിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് മാനന്തവാടി റൂട്ടിൽ കയറുക. ഒരു 20 കിലോമീറ്റർ കഴിയുമ്പോൾ പനമരത്തും. പനമരത്തു നിന്ന് സ്ട്രെയിറ്റ് പോവുക. അവിടെ നിന്ന് കൊയിലേരി റൂട്ട് കയറിയിട്ട് മാനന്തവാടി എത്തുക. മാനന്തവാടിയിൽ നിന്ന് മൈസൂർ റോഡ് കയറിയ ശേഷം മൈസൂർ റോഡിലൂടെ ഒരു 10 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കാട്ടിക്കുളം എന്ന സ്ഥലമെത്തും. കാട്ടിക്കുളം എത്തിയിട്ട് അവിടെ നിന്ന് ഇടത്തോട്ട് തിരിയുക. തോൽപ്പെട്ടി വഴി നമ്മൾ കുടക് ഡിസ്ട്രിക്റ്റിലെ കുട്ട എന്ന സ്ഥലത്തെത്തും. ആ വഴി കൂടെ തന്നെ ഒരു 30 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മൾ അടുത്തത് നല്ലൂർ എന്നൊരു സ്ഥലത്തെത്തും. അവിടെ നിന്ന് സ്ട്രെയിറ്റ് പോവുക. അടുത്ത സ്റ്റോപ്പ് വരുന്നത് ഗോണിക്കുപ്പ എന്ന സ്ഥലത്താണ്. ഗോണിക്കുപ്പയിൽ നിന്ന് റൈറ്റിലേക്ക് തിരിയുക. അതാണ് തലശ്ശേരി മൈസൂർ റോഡ്. തലശ്ശേരി മൈസൂർ റോഡ് സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ അനച്ചക്കൂർ ചെക്ക് പോസ്റ്റ് എത്തും. നാഗർഹോള നാഷണൽ പാർക്കിൻ്റെ ഒരു ഭാഗമാണിത്. അവിടെ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ ശേഷം പെരിയപട്ടണ എന്ന സ്ഥലത്തെത്തിയ ശേഷം വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് ബൈലക്കുപ്പി എത്തുക. ബൈലക്കുപ്പിയിൽ നിന്നും വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു 3 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച ഗോൾഡൻ ടെമ്പിൾ എത്തും. കർണാടകയുടെ അതിർത്തി ഗ്രാമമായ കുട്ടത്തേക്ക് പോകുമ്പോൾ തന്നെ മനസ്സിലാവും, റോഡുകളൊക്കെ വളരെ ശോചനീയാവസ്ഥയിലാണ്. കർണാടക ഗവൺമെന്റ് ഈ അതിർത്തി ഗ്രാമങ്ങളിലേക്ക് തീരെ എത്തി നോക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കർണാടക ഗ്രാമപ്രദേശങ്ങളിലെ കാഴ്ചകൾ അതൊരു വ്യത്യസ്ത തന്നെയാണ്. നമ്മുടെ കേരളത്തിൽ കാണുന്ന പോലെ 2-3 കിലോമീറ്റർ കൂടുമ്പോഴുള്ള ഒരു ചെറിയ ടൗൺ സിറ്റികളൊന്നും ഇവിടെ കാണാറില്ല. നീണ്ടു നിരന്ന് കിടക്കുകയാണ്. ഒരു 5 കിലോമീറ്റർ 10 കിലോമീറ്റർ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാലേ നമുക്കൊരു ചെറിയൊരു കട പോലും കാണാൻ പറ്റുന്നുള്ളൂ. കേരളത്തിൽ നിന്ന് ഞങ്ങൾ പോയപ്പോൾ ഇവിടെ മൊത്തം മഴയായിരുന്നു. പക്ഷേ അവിടെ എത്തിയപ്പോൾ അങ്ങനെ മഴ കിട്ടിയില്ല. ഒരു പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ മാത്രമായിട്ട് മഴ പെയ്യുന്നത് പോലെയാണ് തോന്നിയത്. അനച്ചോക്കൂർ ഫോറസ്റ്റിന്റെ എൻട്രൻസ് തന്നെ ഞങ്ങൾ വണ്ടി നിർത്തിയിട്ട് അവിടെ നിന്ന് ഫ്രഷ് അപ്പ് ചെയ്തിട്ടാണ് പിന്നെ മുന്നോട്ട് പോയത്. സാധാരണ നാഗർഹോള നാഷണൽ പാർക്കിന്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ തന്നെ ആനയെയും മാനിനെയും മുയലിനെയും എല്ലാം കാണേണ്ടതാണ്. പക്ഷേ ഒന്നിനെയും കണ്ടില്ല. ആകെ കണ്ടത് കുറച്ചൊരു കുരങ്ങൻ കൂട്ടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് പിള്ളേർ വളരെ ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. നമ്മുടെ കേരള വനങ്ങളിലെ റോഡുകളെ പോലെയല്ല കർണാടക വനങ്ങളിലെ റോഡുകൾ. അത് നീണ്ടു നിവർന്ന് കിടക്കുകയായിരിക്കും. നമ്മുടെ കേരള റോഡുകളിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ വളവും തിരിവായിരിക്കും. അത് സാധാരണ റോഡുകളിലാണേലും അതേപോലെ തന്നെ വനങ്ങളുടെ ഉള്ളിലൂടെ പോയി കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണുള്ളത്. പക്ഷേ ഇവിടെ അതിന് വളരെ വ്യത്യസ്തമായിട്ട് നീണ്ടു നിവർന്ന് കിടക്കുകയായിരിക്കും. ഈ ഫോറസ്റ്റ് എൻഡ് ചെയ്യാനാവും ഇപ്പോൾ അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. അവിടെ 2-3 പേര് കഥ നിൽക്കുന്നുണ്ട് നമ്മളെ. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് ഫീസ് മേടിക്കാനുള്ള പുറപ്പാടാണ്. ഇവരെന്തിനാണ് ഈ ഫീസ് നമ്മുടെ അടുത്ത് മേടിക്കുന്നത് എനിക്കൊരു പിടുത്തം കിട്ടിയില്ല. കർണാടക വണ്ടികളൊക്കെ പോകുന്നുണ്ട്, അവരുടെ അടുത്ത് അവർ തടഞ്ഞു നിർത്തി ഫീസൊന്നും മേടിക്കുന്നില്ല. എന്നാൽ കേരള വണ്ടികളും അതർ സ്റ്റേറ്റ്സിലെ വണ്ടികളൊക്കെ ആകുമ്പോൾ അവർ തടഞ്ഞു നിർത്തിയിട്ട് മേടിക്കുന്നുണ്ട് പൈസ. തരുന്ന റെസിപ്റ്റിൻ്റെ ഉള്ളിൽ എന്താണെന്ന് പോലും അവർ എഴുതിയിട്ടില്ല. അത് നാഗർഹോള എന്ന് എഴുതിയിട്ടുണ്ട്, ടൈഗർ റിസർവിലൂടെ പാസ് ചെയ്യുന്നതെന്ന് എഴുതിയിട്ടുണ്ട്. എന്തിനാണ് ഈ പൈസ മേടിക്കുന്നതെന്ന് പോലും എഴുതിയിട്ടില്ല. ഇതുപോലെ നമുക്കും വെക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ തോൽപ്പെട്ടിയിലും മുത്തങ്ങയിലും എല്ലാം വെച്ചാൽ ഇതുപോലെ നമുക്കും പൈസ പിരിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. നാഗർഹോളേൻ്റെ ഉള്ളിൽ കൂടെ വീണ്ടും പോയി ഒരു 8-10 കിലോമീറ്റർ എന്നിട്ടാണ് പെരിയപട്ടണ ടൗൺ എത്തിയത്. പെരിയപട്ടണ ശരിക്കും ഒരു കർണാടക സ്റ്റൈൽ ടൗൺ തന്നെയാണ്. ഇവിടെ റോഡുകൾ വലുതാണെങ്കിലും റോഡിൽ വണ്ടികളേക്കാൾ കൂടുതൽ ഉണ്ടാകുന്നത് കന്നുകാലികളായിരിക്കും. പെരിയപട്ടണയിൽ നമ്മൾ ഇടത്തോട്ട് തിരിഞ്ഞിട്ട് വീണ്ടും മടികേരി റൂട്ടിലൂടെ മുന്നോട്ട് പോയി. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒറ്റ മനുഷ്യന്മാരും ഹെൽമെറ്റ് ഇടുന്നത് കണ്ടിട്ടില്ല. വിരളമായി 1-2 പേരുകൾ മാത്രം ഹെൽമെറ്റ് ഇടുന്ന ഒരു സ്ഥലം മാത്രമാണിത്. AI ക്യാമറയോ ഫൈനോ അല്ല, അവനവൻ്റെ സേഫ്റ്റിക്കെങ്കിലും ഇതൊന്നും ഇടണ്ടേ. സമയം 3 മണി കഴിഞ്ഞതുകൊണ്ട് തന്നെ എല്ലാവരും നല്ലോണം വിശന്നിരുന്നു. പിള്ളേർ തന്നെ വണ്ടിയിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് കഴിക്കുന്നതുകൊണ്ട് അവന്മാർക്ക് അത്ര വിശപ്പ് വന്നിട്ടില്ല. എന്നാലും ആമിയും ദേശവും കുറച്ചൊക്കെ ഒരു ഒച്ചയും വിളിയൊക്കെ ഉണ്ടാക്കി. കേരളം വിട്ട് നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് നല്ലോണം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഹോട്ടലിൻ്റെ വൃത്തി, അതേപോലെ സ്റ്റാഫ്സിൻ്റെ പെരുമാറ്റം, ഇതൊക്കെ ഒരു കൺസേൺ ആയിട്ട് വരും. പിന്നെ ദൂരസ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ കൂടുതലായിട്ടും പ്രിഫർ ചെയ്യുന്നത് വെജാണ്. നോൺ വെജ് അങ്ങനെ കഴിക്കാറില്ല. താലി മീൽസാണ് ഓർഡർ ചെയ്തത്. കുഴപ്പമില്ലാത്ത തരത്തിലുള്ള ഫുഡായിരുന്നു. ബില്ലൊക്കെ റീസണബിൾ ആയിരുന്നു. പിന്നെ നല്ല ആംബിയൻസും, പുറത്ത് നല്ല മഴയും പെയ്തിരുന്നു ആ സമയത്ത്. ആമിക്ക് നല്ലൊരു ഫ്രണ്ടിനെ കിട്ടിയിരുന്നു അവിടുന്ന്. അവർ രണ്ടുപേരും കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളിച്ചുകൊണ്ടിരുന്നു. ഭക്ഷണം കഴിച്ചിട്ട് വീണ്ടും യാത്ര തുടർന്നു. ബൈലക്കുപ്പയിലേക്ക് വീണ്ടും ഒരു 8 കിലോമീറ്ററും കൂടി ബാക്കിയുണ്ടായിരുന്നു. ബൈലക്കുപ്പയിലെത്തി ഇടത്തോട്ട് തിരിഞ്ഞു. കുറച്ച് മുന്നോട്ട് പോയി. ഒരു 1 കിലോമീറ്റർ മുന്നോട്ട് പോയപ്പോൾ തന്നെ ഫുൾ ആംബിയൻസ് മാറാൻ തുടങ്ങി. അതായത് കാണുന്ന ആൾക്കാരൊക്കെ ഒരു ടിബറ്റൻ സ്റ്റൈല്. ഓട്ടോയിലും സ്കൂട്ടറിലും എല്ലാം ടിബറ്റൻ സന്യാസിമാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടായിരുന്നു. കേരള സ്റ്റൈൽ ടൈപ്പ് തെങ്ങുംതോപ്പൊക്കെ കണ്ടു. പോകുന്ന വഴി അത്രയ്ക്ക് അങ്ങോട്ട് നല്ലതല്ല. റോഡൊക്കെ കുറച്ചുകൂടി ഒന്ന് നന്നാക്കാമായിരുന്നു. സൗത്ത് ഇന്ത്യയിൽ തന്നെ അത്യാവശ്യം നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ടാണത്. അപ്പോൾ അതിനനുസരിച്ച് അവിടുത്തെ റോഡൊക്കെ നന്നായിരുന്നു കഴിഞ്ഞാൽ ടൂറിസ്റ്റുകൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഗോൾഡൻ ടെമ്പിളിൻ്റെ പരിസരത്തേക്ക് കയറുമ്പോൾ തന്നെ എല്ലാം മാറി തുടങ്ങി. റോഡുകളാണേലും ആൾക്കാരാണേലും എല്ലാം ഫുൾ ചേഞ്ചായി. റോഡൊക്കെ ഫുൾ ക്ലീൻ ആയിട്ടും ഒരു സിസ്റ്റമാറ്റിക് അറേഞ്ച്മെൻറ്റ്സിൽ ട്രാഫിക്കുകളൊക്കെ മാനേജ് ചെയ്യുന്നതിനും എല്ലാത്തിനും പറ്റുന്നുണ്ട് അവിടെ. വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ വിശാലമായ പാർക്കിംഗ് ഏരിയ ഉണ്ട്. വണ്ടി പാർക്ക് ചെയ്ത ശേഷം ഞങ്ങൾ വീണ്ടും അങ്ങോട്ട് നടന്നു. മൊണാസ്ട്രിയുടെ പേര് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല. പ്രൊനൗൺസിയേഷൻ കുറച്ചൊരു പ്രശ്നമാണ്. ആദ്യത്തെ കവാടം കടന്നു കഴിഞ്ഞ് നമ്മൾ ഉള്ളിലേക്ക് എത്തുമ്പോൾ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഏരിയ പോലെ ഒരു സ്ഥലമാണ് ഉള്ളത്. കുറേയധികം ഷോപ്പുകളും അതേപോലെ സുവനീർ കടകളും എല്ലാം ഉണ്ട് അവിടെ.
ഇതിൻ്റെ മുകളിലെ നിലകളിൽ റൂംസ് ആണെന്നാണ് തോന്നുന്നത്. ഇവിടെയും വേണ്ടുവോളം വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ കടക്കാരുടെ വണ്ടികളല്ലാണ്ട് വേറൊരു വണ്ടികളും പാർക്ക് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. അവിടെ നോ പാർക്കിംഗ് ബോർഡ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് ഏരിയ കഴിഞ്ഞിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാലാണ് മെയിൻ എൻട്രൻസ് എത്തുക. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ടിബറ്റൻ സെറ്റിൽമെൻറ്റ്സിൽ ഒന്നാണ് നമ്രോലി മൊനാസ്ട്രി അഥവാ ഗോൾഡൻ ടെമ്പിൾ. ഏകദേശം 15 കിലോമീറ്ററിൽ കൂടുതൽ വ്യാപിച്ച് കിടക്കുന്നുണ്ട് ഈ നമ്രോലി മൊനാസ്ട്രിയുടെ ഏരിയ. കർണാടക ഗവൺമെൻറ്റിൻ്റെ കണക്കനുസരിച്ച് ഏകദേശം 16,000-ഓളം റെഫ്യൂജീസും അതുപോലെ തന്നെ 600-ഓളം ബുദ്ധസന്യാസികളും ഇവിടെ വസിച്ചു വരുന്നുണ്ട്. ഇവിടേക്ക് നമ്മൾ ആദ്യം കിടക്കുമ്പോൾ തന്നെ കാണുന്നത് ഒരു 4 നിലകളുള്ള ഒരു ടെമ്പിളാണ്. അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് തന്നെ ബുദ്ധിസത്തിൻ്റെ സിമ്പിൾസ് ഒക്കെ ചേർത്തിട്ടുള്ള ഒരു ചക്രം കൂടി കാണുന്നുണ്ട്. ആ ടെമ്പിളിൻ്റെ തന്നെ ഒത്ത നടുക്കായിട്ട് പെനോർ റിംപോച്ചിയുടെ ഒരു ഫോട്ടോയും കൂടി കാണാവുന്നതാണ്. അദ്ദേഹമാണ് 1963 ഈ ഒരു മൊണാസ്ട്രി സ്ഥാപിച്ചത്. ഇവിടെയുള്ള ക്ലാസ്സുകളിലെല്ലാം തുടരുത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് കണ്ടുകൊണ്ടായിരിക്കാം എല്ലാവരും അതിൽ തൊടുന്നുമുണ്ട്. 1950 ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിന് ടിബറ്റ് എന്ന ചെറിയ രാജ്യത്തോട് തോന്നിയ ഇഷ്ടം കാരണമാണ് ദലൈലാമയ്ക്കും അവരുടെ അനുയായികൾക്കും നോർത്ത് ഈസ്റ്റിലേക്കും സൗത്ത് ഇന്ത്യയിലേക്കും ചേക്കേറാൻ അവസരമുണ്ടായത്. നമ്മളിപ്പോൾ കാണുന്ന ബിൽഡിംഗ് ആണ് ശരിക്കുമുള്ള ഗോൾഡൻ ടെമ്പിൾ എന്നറിയപ്പെടുന്നത്. ഇതിലാണ് 3 ബുദ്ധ സന്യാസികളുടെ പ്രതിമകൾ ആലേഖനം ചെയ്തിരിക്കുന്നത്. ഈ ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെ 3-4 ക്ഷേത്രങ്ങൾ വേറെയുമുണ്ട്. അതിലെ പ്രധാന ക്ഷേത്രങ്ങൾ ഏതെങ്കിലും വിശേഷ ദിവസങ്ങളിൽ മാത്രമേ തുറക്കാറുള്ളൂ. ഗോൾഡൻ ടെമ്പിളിലെ ചിത്രങ്ങളും ചിത്രപ്പണികളും എല്ലാം കാണാൻ നല്ല രസമാണ്. അതെല്ലാ മതിലുകളിലും ആലേഖനം ചെയ്തു വെച്ചിട്ടുണ്ട്. പുറത്തേക്ക് നീണ്ട ഒരു സ്റ്റെപ്പും അതിനു മുന്നിലായിട്ട് നല്ലൊരു ഗാർഡനും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗോൾഡൻ ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ 3 വലിയ വിഗ്രഹങ്ങളാണ് കാണാൻ പറ്റുന്നത്. ഈ വിഗ്രഹങ്ങൾ ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇതിന് ഗോൾഡൻ ടെമ്പിൾ എന്നുള്ള പേരും വന്നത്. ഈ വിഗ്രഹങ്ങൾ സ്വർണത്തിൻ്റെതാണെന്നും സ്വർണം പൂച്ചിയതാണെന്നും പറയുന്നവരുമുണ്ട്. വിസിറ്റേഴ്സിന് ഇവിടെ വന്നിട്ട് പ്രാർത്ഥിക്കാനും ബുദ്ധമന്ത്രങ്ങൾ എഴുതിയ ഡ്രംസ് തിരിക്കാനും മെഡിറ്റേറ്റ് ചെയ്യാനും എല്ലാം അവകാശമുണ്ട്. ബുദ്ധിസം പ്രാക്ടീസ് ചെയ്യുന്നതിലെ ഏറ്റവും പഴയ രീതിയായ നിഗ്മ രീതിയാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. ഗോൾഡൻ ടെമ്പിളിലെ വിസിറ്റിംഗ് ടൈം രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ്. വിശേഷ ദിവസങ്ങളിൽ 9 മണി വരെയൊക്കെ പോകാറുണ്ട്. 40 അടിയോളം വരുന്ന സ്വർണ്ണത്തിൽ തീർത്ത ഈ ഒരു വിഗ്രഹങ്ങളാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. ഇതിൽ നടുക്ക് കാണുന്നത് ശ്രീബുദ്ധനും അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് കാണുന്നത് അമത്യൂസും പത്മസംഭവയുടെയും വിഗ്രഹങ്ങളുമാണ്. ഇവരുടെ പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് ഒരു മ്യൂസിക് ഉണ്ട്. അത് നല്ലൊരു ആംബിയൻസ് ആണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക്. പാർക്കിങ്ങിന് 40 രൂപയെ നൽകിയ ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ മൊണാസ്ട്രിയുടെ കാഴ്ചകളും കണ്ട് ഞങ്ങൾ നേരെ തിരിച്ച് നാട്ടിലേക്ക് പോകാൻ തുടങ്ങി. മേഘങ്ങൾ കറുത്തിരുണ്ട് വരുന്നുണ്ട്. മഴയെത്തുന്ന മുമ്പ് നാട് പിടിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.